ഇന്ന് പ്രവേശനോത്സവമായിട്ടുള്ള ഒരു ദിവസമാണ്. എല്ലാ കുരുന്നുകളും ഇന്ന് ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു ദിവസം കൂടെയാണ്. 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ച നമ്മുടെ സ്വന്തം സ്കൂളായ ഗവൺമെൻറ് UPS സ്കൂളായിട്ടുള്ള മണിയംകുളത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഗവൺമെൻറ് UPS പരവൂർ മണിയംകുളം സ്കൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സ്കൂളാണ്. മഹാകവി KC കേശവപിള്ള ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം വകയായിരുന്നു ഈ സ്കൂളും ഇതിനോട് ചേർന്നുള്ള കെട്ടിടവും. അവർ സ്കൂളിനായി വിട്ടുകൊടുത്ത പുരയിടത്തിലാണ് ഇപ്പോൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. നാട്ടുകാരുടെയും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരുടെയും നിസ്സീമമായ സഹകരണം നമ്മുടെ സ്കൂളിനുണ്ട്. ശക്തമായൊരു PTA ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. പ്രവർത്തന നിരതരായ അധ്യാപകർ IT-യുടെ സഹായത്തോടുകൂടി, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങളുടെ സ്കൂളിൽ പഠനം നടക്കുന്നത്. നിനക്കു വന്ദനം സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ, ഭക്തിയും വിവേകവും തരേണമേ ദയാനുദേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ, ഭക്തിയും വിവേകവും തരേണമേ ദയാനുദേ. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം, എത്രയും മനോജ്ഞമായി സ്വവേഗമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം, എത്രയും മനോജ്ഞമായി സ്വവേഗമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ഗവൺമെൻറ് GUPS ഗവൺമെൻറ് മണിയംകുളത്താണ് സ്കൂൾ എന്നാണ് ഈ സ്കൂൾ അറിയപ്പെടുന്നത്. അതെ. അപ്പോൾ ഇതിൻ്റെ കാലപ്പഴക്കത്തെക്കുറിച്ച് ഒരു ചെറിയൊരു തർക്കമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും 138 വർഷം മുകളിലായിട്ടുണ്ട് ഇതെന്നാണ് ആധികാരികമായ രേഖകൾ വെളിപ്പെടുത്തുന്നത്. അതിന് കാരണം മഹാകവി KC കേശവപിള്ള പഠിച്ചത് ഇവിടെയാണ്. അപ്പോൾ മഹാകവി KC കേശവപിള്ളയുടെ ചെറിയ കുട്ടിക്കാല സ്കൂളെന്ന് പറയുമ്പോൾ ഏകദേശം 130-140 വർഷങ്ങൾക്ക് മുമ്പാണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ സ്കൂൾ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പഴക്കം ഉള്ള ഒരു സ്കൂളാണത്. ഞാനും സിറാജുമൊക്കെ പഠിച്ചത് ഈ സ്കൂളിലാണ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ സ്കൂളിൽ നിരവധി കുട്ടികളുണ്ടായിരുന്നു. 1000-ൽ പുറത്ത് കുട്ടികളുണ്ടായിരുന്നു. അതിനുശേഷം വന്നതാണ് ഈ ബഹുനില കെട്ടിടങ്ങളെല്ലാം. ഈ ബഹുനില കെട്ടിടം അതിനുശേഷം വന്നതാണ്. അന്ന് വളരെ ചിട്ടയോടും കൃത്യമായും ഇവിടെ പരിസരങ്ങളിലുള്ള അധ്യാപികമാരുമാണ് നമ്മളെ പഠിപ്പിക്കുകയും നമ്മളിവിടെ പഠിച്ചു പോവുകയും ചെയ്തത്. അതുപോലെ തന്നെ ചിട്ടയായി സ്കൂൾ നടക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. കുട്ടികളുടെ എണ്ണം ഇപ്പം നമ്മൾ 127, 120, 130 കുട്ടികളാണ് എല്ലാ ക്ലാസ്സിലും പ്രീ പ്രൈമറി അടക്കമുള്ളത്. അതിന് പരിഹാരം കാണുക എന്ന് പറയുന്നത് നമ്മുടെ രക്ഷിതാക്കൾ, നമ്മളെ നാട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് ഈ സ്കൂളിലേക്ക് കുട്ടികളെ അയച്ച് സ്കൂളിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ച്, ഭൗതിക സാഹചര്യമായാലും വിദ്യാഭ്യാസ സാഹചര്യമായാലും എല്ലാം ശ്രദ്ധിച്ച് നമ്മൾ കൂടി ചേർന്നാൽ നമുക്ക് ഈ സ്കൂളിനെ മുൻപന്തിയിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആകെ പറയാനുള്ളത്. മറ്റൊന്ന്, കഴിഞ്ഞ അധ്യയന വർഷം ഇവിടെ നടന്നിട്ടുള്ള ഈ സ്കൂൾ തലത്തിൽ
ചാത്തന്നൂർ ഉപജില്ലയിലായാലും ജില്ലാതലത്തിലൊക്കെ നടന്നിട്ടുള്ള വിവിധ മത്സരങ്ങളിൽ ഇവിടുത്തെ കുട്ടികൾ ഒന്നാം സ്ഥാനത്തും എ ഗ്രേഡും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അധ്യാപികമാരുടെ, ഇവിടുത്തെ പ്രഥമാധ്യാപികയുടെയൊക്കെ പ്രവർത്തന ഫലം, അവരുടെയൊക്കെ ഒരു താല്പര്യം നമുക്കതിലൂടെ തന്നെ മനസ്സിലാകാൻ കഴിയും. അവരൊക്കെ വളരെ ആത്മാർത്ഥമായി തന്നെ ഇതിനു വേണ്ടി വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് അവാർഡ് നേടിയിട്ടുള്ള മുൻ എച്ച്.എം. ഭാസ്കർ നാശാൻ സാർ മെച്ചമായിരുന്ന സ്കൂളാണിത്. അതുപോലെ പിന്നെ നല്ല ഒരുപാട് അധ്യാപകരെ ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളത്, ഒരുപാട് ചരിത്ര പുരുഷന്മാർക്ക് അവസരം ഒരുക്കി കൊടുത്ത സ്കൂളുമാണ്. മഹാകവി കെ.സി. കേശവപിള്ള അങ്ങനെ ഉൾപ്പെടെ നിരവധി ചെറുതും വലുതുമായ അറിയപ്പെടുന്ന വ്യക്തികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞ ഒരു സ്കൂളാണ് ഇങ്ങനെയുള്ള UPS. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായുത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി. സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൽ ശാരിക പാടിയ കവിതകളിൽ നമുക്കുമറിവിൻ പൊൻതൂവലിനാൽ സ്വപ്നച്ചിറകുകൾ നെയ്തിടാം. ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ. കൊച്ചുകിനാവിൻ ചിറകുകളരിയും ലഹരിക്കെതിരായി കൈകോർക്കാം. കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം. കരുതലിനൊജ്വല കവചത്താൽ നവകേരളമൊന്നിനി നെയ്തിടാം. അക്ഷരമധുരം മഴവില്ലഴകായുത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി. പരവൂരിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ സ്കൂളുകളിൽ ഒന്നുമാണ്. നല്ല അധ്യാപകരും എല്ലാം ഉള്ള ഒരു സ്കൂളും കൂടെയാണ്. ഇവിടെയാണ് നമ്മുടെ KC കേശവപിള്ള മഹാകവിയായിട്ടുള്ള അദ്ദേഹം പഠിച്ചിട്ടുള്ള ഒരു സ്കൂളും കൂടെയാണ് നമ്മുടെ ഈ മണിയംകുളം സ്കൂൾ. അതേ കണക്കിന് ഒത്തിരി കളക്ടർമാരും അതേ കണക്ക് നല്ല രീതിയിൽ ഇവിടെ പഠിച്ച് പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ ഞാനും ഈ സ്കൂളിൽ പഠിച്ചതിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം കൂടെയുണ്ട്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂളാണിത്. നമ്മുടെ ഈ വരാന്തയൊക്കെ കാണുമ്പം നമ്മുടെ പഴയ കാലങ്ങളാണ് ഓർമ്മ വരുന്നത്. ആ ഓടിച്ചാടി കളിക്കാനും എല്ലാ പഴയ കൂട്ടുകാരെയും എല്ലാം ഓർമ്മ വരും. അതിവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അത് നമ്മുടെ പഠിക്കുന്ന സമയത്തുള്ള കണക്കല്ല. ഇപ്പം നോക്കിയാണ് ക്ലാസ്സുകളിലൊക്കെ എന്തുമാത്രം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഫാനുകളായാലും എല്ലാ സ്ഥലത്തും ഫാനുണ്ട്, പിള്ളേർക്ക് പഠിക്കാനായിട്ട് കമ്പ്യൂട്ടറുകളുണ്ട്. അങ്ങനെ ഒത്തിരി സംവിധാനങ്ങൾ ഇപ്പോൾ ഉള്ള സ്കൂളുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പരവൂരിലെ മണിയംകുളം GUPS സ്കൂള്. അതായത് ഞാൻ പഠിച്ച ഒരു സ്കൂളാണിത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ മഹാകവി KC കേശവപിള്ള അവர்களுം എല്ലാം പഠിച്ച ഒരു സ്കൂളും കൂടിയാണ് നമ്മുടെ മണിയംകുളം GUPS. ഇന്ന് പ്രവേശന ദിവസമായിട്ട് കുട്ടികളെല്ലാം നല്ല സന്തോഷത്തിലും എല്ലാവരും നല്ല ഇതിലായിരുന്നു. ആരും അങ്ങനെ കരയുന്നതായിട്ട് കാണാൻ കഴിഞ്ഞില്ല. നമ്മൾ ഒരു കൊച്ചിന് ആദ്യം ഒരു ബുക്ക് അല്ലെങ്കിൽ സ്കൂൾ ബാഗ് കൈമാറുന്ന ഒരു ചടങ്ങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടികളെയും കൊണ്ട് നമ്മുടെ ക്ലാസ് റൂമുകളിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതുവഴി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് അത് പറഞ്ഞറിയാൻ വയ്യ. അത് ഇവിടെ വന്ന് തന്നെ അറിയണം. നമ്മുടെ ആ പഴയ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്ന രീതിയിലാണ് നമ്മുടെ ആ സ്കൂളും നമ്മുടെ 1ാം ക്ലാസ്സിലേക്ക് ചേർന്നിട്ടുള്ള കുട്ടികളൊക്കെ. അപ്പോൾ അവരെല്ലാം ക്ലാസ്സുകളിലൊക്കെ കയറി അവരുടെ പേരുകളൊക്കെ പറയുന്ന ഒരു ടൈമായിരുന്നു. 1ാം ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലോട്ട് നോക്കിയപ്പോൾ നമ്മുടെ കൊച്ചുങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവരെയും കണ്ട് നേരെ പോയത് പാചകപ്പുരയിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ അടിപൊളി ബ്രഹ്മസലി പായസവും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് നമ്മുടെ എന്നുള്ള അക്ഷരത്തിലാണ് ആ വിളക്ക് നേരത്തെ കൊളുത്തി വെച്ചിരുന്നത്. അതിപ്പോഴാണ് കാണാൻ കഴിഞ്ഞത്.
അതാണെങ്കിൽ തന്നെ പുതിയ പുതിയ ബാഗുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ 1-2 മാന്യമായിട്ടുള്ള വ്യക്തികളാണ് അത് സ്പോൺസർ ചെയ്തത്. 46ഓളം ബാഗ് 1-2 വ്യക്തികൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. 27ഓളം ബാഗുകൾ, സ്കൂൾ കിറ്റുകൾ 1-2 സംഘടനകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 ടീച്ചർമാരുടെ വീടുകളിൽ അവരുടെ ബന്ധുക്കളെല്ലാം കൂടെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് സഹകരിച്ചപ്പോൾ എല്ലാ കുട്ടികൾക്കും ബാഗ്, സ്കൂൾ കിറ്റ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഔട്ട്, ബണിയൻസ്.